വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥ വഴിയായിട്ട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. ഒരു മകള് കർത്താവിന് സാക്ഷ്യം കൊടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നു. യേശുവേ നന്ദി. യേശുവേ നന്ദി പറഞ്ഞേ. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവേ സ്തോത്രം. പറഞ്ഞേ, നിങ്ങളെല്ലാവരും ഉണ്ടാവുന്ന നിൽക്കുകയാണ്. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 ഞാനൊരു ഹിന്ദുവാണ് എങ്കിൽ പോലും എൻ്റെ കൂട്ടുകാരി പറഞ്ഞ പ്രകാരം ഞാൻ ഇവിടെ വന്നു. ചേച്ചിയുടെ പേരെന്നാ? എൻ്റെ പേര് നാജ. നാജ എന്നെ ജയ നാജ. നാജ. എൻ്റെ മോൻ ഒരു എൻജിനീയറിങ്ങിന് പോയിട്ട് അവൻ ഒരു ദിവസം പോലും ക്ലാസ്സിൽ കയറത്തില്ലായിരുന്നു. ഞാൻ കേണപേക്ഷിച്ചു ദൈവത്തോട്, ദൈവമേ എന്താ ഇങ്ങനെ വിഷ്ണുപ്രസാദ്. എന്നിട്ട് എൻ്റെ കൂട്ടുകാരി, നീ വിഷമിക്കണ്ട, ഇങ്ങനെ അത്ഭുതങ്ങൾ നിറഞ്ഞ വിശുദ്ധനായ അന്തോനീസ് പുണ്യാളച്ചനുണ്ട് നമുക്ക് കൂട്ടായിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ വരികയും ഒരു വർഷം. ആ കൂട്ടുകാരിയുടെ പേരെന്താണ്? ആ കൂട്ടുകാരിയുടെ പേര് ബീന. അവള് എന്നെ കൊണ്ടുവന്ന് ഞാൻ ഒരു വർഷം എൻ്റെ മോൻ്റെ ഫോട്ടോ വെച്ച് ഈ അത്ഭുതകരമായ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞു അവൻ ജയിക്കുകയല്ല. സാറന്മാര് പറഞ്ഞു അവൻ വരണ്ട, എന്തിനാ വരുന്നത്. ലാസ്റ്റ് ഹൃദയം പൊട്ടി രാവിലെ വെളുപ്പിനെ 3 മണി, 5 മണി, 12 മണി, വൈകിട്ട് 6 മണി, ഇത്രോ സമയങ്ങൾ ഈ അത്ഭുതമായ ഈ നമ്മുടെ ഈ വിശുദ്ധമായ ഈ പ്രാർത്ഥന വെച്ച് മോൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാകുകയും അവനൊരു ജോലി ബാംഗ്ലൂർ കിട്ടുകയും 5-ാം തീയതി ആകുമ്പോൾ 1 മാസം പൂർത്തിയാകുകയും ഇന്ന് അവൻ സാലറി അയക്കുകയും ചെയ്തു. സാലറി അയച്ചു. എവിടെയാണ് അവനിപ്പോ? ബാംഗ്ലൂര്. മിടുക്കനായി. ഇപ്പോഴും അവന് പറഞ്ഞു, മോനെ നീ എന്നും ദൈവത്തോട് കരുണയാ. അവന് എന്ന് വൈകിട്ട് വന്നിട്ട് കുളിച്ചിട്ട് എന്നും അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പറയാ കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്ത മക്കളെ. അമ്മേ ഞാൻ ഓർക്കും. അതുപോലെ തന്നെ വന്ന് കഴിഞ്ഞ് രാത്രി 9 മണിയാകുമ്പോൾ അച്ഛനെ വിളിക്കും, ഒപ്പം തന്നെ അമ്മയെ കാണുമെന്ന് പറഞ്ഞ് ഓൺലൈൻ ഞങ്ങൾ സംസാരിക്കാൻ മിടുക്കനായിട്ടിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. ദൈവത്തിന്റെ കരുണ നോക്കിക്കേ. പ്രാർത്ഥിക്കുന്നവർ ദൈവത്തിൽ ഇന്നും ആനന്ദിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുപോലെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പത്തോളജി ലാബിലെ സപ്പോർട്ട് സ്റ്റാഫ് ആയിരുന്നു ഞാൻ. കുറഞ്ഞ മെഡിക്കൽ കോളേജിലായിരുന്നു. അതെ അതെ. കുറച്ച് നാൾ. വീട് എവിടെയാ? നെടുമുടി കൊട്ടാരം. എവിടെ? നെടുമുടി കൊട്ടാരം. നെടുമുടി. അപ്പോൾ കുറച്ച് നാളായിട്ട് ജോലിയൊന്നുമില്ല. ഞാൻ എന്നിട്ട് ഇവിടെ കളക്ടറിനെ കണ്ട് സൂപ്രണ്ടിനെ ഫോർവേഡ് ചെയ്തു തന്നു. അങ്ങനെ സൂപ്രണ്ട് സെക്ഷൻ ഓഫീസർക്ക് ആ അപേക്ഷാ ഫോം സ്വീകരിച്ചു. പിന്നെ വിശുദ്ധനായ തമ്പുരാൻ അത് എന്റെ അപേക്ഷ സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതെ, കിട്ടിയില്ല ജോലി കിട്ടിയില്ല. ഞാൻ ഇവിടെ തമ്പുരാനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ മരുമോന് ദുബൈ ജോലി കിട്ടി. മോള് പോകാൻ ഇങ്ങനെ കാത്തിരിക്കും. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാൻ ഒറ്റ വർഷം തികഞ്ഞ. ഒറ്റ വർഷം കൊണ്ട് കിട്ടിയ അനുഗ്രഹത്തിന്റെ പെരുമഴ. കൈയടിക്കാൻ പറ്റുന്നവര് കൈ നോവുന്ന പോലെ കൈയടിക്കാവുന്ന കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മകളെ, ക്രിസ്തുവിന് മതമില്ലെന്ന് നിങ്ങൾക്ക് പിടികിട്ടി. അതുപോലെ തന്നെ ഞാൻ ഇന്ന് വെളുപ്പിനെ 3 മണിക്ക് എണീറ്റപ്പോഴേക്ക് 3 മണിക്കും 5 മണിക്കും 10 മണിക്കും 12 മണിക്കും വൈകിട്ടും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥനയാ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എന്റെ ബട്ടക്സിന്റെ ബാക്കിൽ ഒരു മുറിവുണ്ടായിരുന്നു. അത് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം ഉറക്കം തൂങ്ങികളാണ് ഇന്ന് പള്ളി വന്നേക്കുന്നത്. നന്നായിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. നോക്കി നമ്മളെ ഒരു മകള്, ഒരു ഹൈന്ദവ സഹോദരന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് നെഞ്ചുവേദന. ഒന്ന് വെളുപ്പിന് എണീറ്റ് ഞാൻ മോളൊക്കെ പറഞ്ഞു, മോളെ എനിക്കിന്ന് പള്ളി പോകണം. അന്ന് അമ്മ പൊക്കോ. ഇപ്പൊ വെളുപ്പിനെ പ്രാർത്ഥിച്ചപ്പോ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു വേദന വന്നു. ഞാനൊന്നും കൂട്ടാക്കിയല്ല, മുറുകെ എന്തോരം പുണ്യാളച്ചനെ വിളിച്ചു. ഇപ്പൊ ഞാൻ ഈ സന്നിധി വന്നപ്പോൾ എനിക്ക് അത് അപ്രത്യക്ഷമായി. ഹല്ലേലൂയ.
എപ്പോഴാ ഇവിടെ വന്നത്? ഞാൻ രാവിലെ 9 മണിയായിട്ട് വന്നു. 9 മണിക്ക് വന്ന ആളാണ്. ഇപ്പൊ സമയം എത്രയാണ്? 3:45. ഇവിടെ വരെ ആദ്യം എനിക്ക് 2 പേരെ കയറ്റത്തുള്ളൂ. ഞാൻ അവിടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്റെ സമയം വരുമ്പോ മതി, ദൈവം നിശ്ചയിച്ചാ മതി. അപ്പോൾ ഇപ്പോഴേ നമ്മുടെ അപ്പച്ചൻ പറഞ്ഞു കേറ്. അങ്ങനെ ഞാൻ പറയുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒന്ന് വിചാരിക്കുക, വിശ്വാസം, പ്രാർത്ഥന, നമ്മൾ എന്ത് ചിന്തിച്ചോ അത് തമ്പുരാൻ നേടിത്തരും. നമ്മുടെ മനസ്സ് നിഷ്കളങ്കം, ശാന്തി, മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക മാത്രം മതി. ഹല്ലേലൂയ. ദൈവം നിന്നെ അനുഗ്രഹിക്കും മോളെ. നിനക്ക് ആ ജോലി കിട്ടി കേട്ടോ, ആ ജോലി കിട്ടിയിട്ടുണ്ട്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. നീ ആൾക്കാരിൽ നിന്ന് ഈശോ മിശിഹായ്ക്ക് നീ മഹത്വം കൊടുക്കുമ്പോൾ ഈശോ മിശിഹ നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അത്ഭുതം ചെയ്യട്ടെ. ശബരാന താഹ ബാരാഹിരാഹിരാഹിര. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ